ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായ വിവരങ്ങൾ ശേഖരിക്കാമോ? മന്ത്രിയോട് ചോദിക്കാമോ എന്ന് അതായത് ചോദിച്ചു. ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ആക്ഷേപം വന്നിരുന്നു 10 കോടിയാകെ നീക്കി വെച്ചിട്ടുള്ളൂ എന്ന്. അസംബ്ലിയിൽ പ്രതിപക്ഷം പറഞ്ഞതാണ്. അപ്പോൾ അതിന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതൊരു ടോക്കണാണ്, ടോക്കൺ എമൗണ്ട്. ഞങ്ങൾ ആ പദ്ധതിയെക്കുറിച്ച് വിശദമായി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ KSRTCക്ക് സ്ത്രീകളുടെ സൗജന്യം, നമുക്കതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള പഠനത്തിൻ്റെ ആവശ്യമില്ല, സ്ത്രീകൾക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വയോജന വകുപ്പ് രൂപീകരിക്കണം, അതിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കി ആ വകുപ്പ് രൂപീകരണം കടന്നാൽ മതി. പക്ഷേ ഇത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വേണം, നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതികളെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നടപ്പാക്കണം, ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ആവശ്യമാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഒരു പൈസ പോലും നീക്കി വെച്ചില്ലെങ്കിൽ അത് നാളെ ആക്ഷേപമല്ലേ, ജനത്തിന് വിശ്വാസം പോവില്ലേ. അവർ പറയും ആദ്യത്തെ 2-3 നടപ്പാക്കി, ഇത് നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്താഗതി. അതുകൊണ്ടാണ് ഒരു ടോക്കൺ എമൗണ്ടായിട്ട് 10 കോടി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. അത് കൂടുതൽ വിശദാംശങ്ങൾ, അതായത് രോഗികൾക്ക് പരമാവധി പ്രയോജനം കിട്ടുന്ന രീതിയിലായിരിക്കും ആ പദ്ധതി ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം പാവപ്പെട്ടവരെ സഹായിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ഏർപ്പെടുത്തുമ്പോൾ അതൊരിക്കലും സമ്പന്നരുടെ കയ്യിലേക്കല്ല പോവുക. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെയാണ് സംരക്ഷിക്കുക. അത് കാര്യത്തിൽ ഞങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുക. ഒരു റിക്വസ്റ്റ് ഈ മധ്യവർഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്, ഇതിനൊപ്പം തന്നെ അത് ഈ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തണമെന്നുള്ള റിക്വസ്റ്റാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ ഇൻഷുറൻസ്, ഇപ്പോൾ ഒരുപാട് ഇൻഷുറൻസ് എല്ലാവരും എടുക്കുന്നുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവർക്കും ഇപ്പോൾ ഒരു മസ്റ്റ് ആകുന്നൊരു സാഹചര്യത്തിലേക്ക് പോകാം. പക്ഷേ പല കമ്പനികളും ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞ് തട്ടുമുട്ട് ന്യായം എന്ന് പറയുന്നത് പോലെ ക്ലെയിമുകൾ പലപ്പോഴും നിരസിക്കാറുണ്ട്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെടൽ നടക്കുമോ എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യുമോ? തീർച്ചയായിട്ടും. കാരണം ഒരു ഇൻഷുറൻസ് ചെയ്യാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. അതിൽ ഗവൺമെൻറ് അക്കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട.